അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ സൂര്യയുടെ കല്യാണം എത്തിയിട്ടുണ്ട് കേട്ടോ. അതിരാവിലെ 7 മണിക്ക് തന്നെ വണ്ടി പുറപ്പെടും. അതുകൊണ്ട് തന്നെ 6:30 എല്ലാവരും വീട്ടിൽ ഹാജരായിരിക്കണം എന്നായിരുന്നു നമ്മുടെ സൂര്യയുടെ പ്രത്യേക ഓർഡർ. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ചധികം വൈകിപ്പോയി. നേരെ സൂര്യ വിളിച്ചപ്പോഴത്തേക്കല്ലേ കഥ വരാമെന്ന് പറഞ്ഞ് ഒരൊറ്റ എണ്ണം പോലും 7 മണിക്ക് ആ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. അപ്പം എനിക്ക് ചെറുതായിട്ടൊരു ആശ്വാസമായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരെയും ഇതൊക്കെ തന്നെ അവസ്ഥ. എന്താണെങ്കിൽ ഞങ്ങൾ ഒരു 9 മണിയായപ്പോഴത്തേക്ക് നേരെ പുറപ്പെട്ടു. അങ്ങനത്തെ ഞാനും അജുവും ഹസ്ബൻഡും കേതനും കൂടെയാണ് കേട്ടോ പോകുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട്. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയതേ ഉള്ളായിരുന്നു. എന്താണെങ്കിൽ നമ്മുടെ ചെറുക്കനും പെണ്ണെന്താ സ്റ്റേജിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ചധികം വൈകിപ്പോയി. കുറച്ചൊന്നും പറയാൻ പറ്റില്ല, കുറച്ചധികം വൈകിപ്പോയി. ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സദ്യക്ക് പോയി. ഇതാ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെങ്കിൽ നമ്മളും സ്റ്റേജിൽ കയറി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ നാളായി ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം മെയിൻ ഒരു പരിപാടി ഉണ്ടല്ലോ, സദ്യ. കുറേ നാളായി കേട്ടോ നാട്ടിലെ സദ്യ കഴിച്ചിട്ട്. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് വന്നപ്പോഴും ഞാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ് കല്യാണ സദ്യ. എന്താണെങ്കിൽ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നേരെ കല്യാണ സദ്യ കഴിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഇതാണ് കേട്ടോ സൂര്യയുടെ അച്ഛനും അമ്മയും. അങ്ങനത്തെ അവരും നല്ല തിരക്കിലാണ്. ഇനിയിപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് പെണ്ണിനെ ചെറുക്കനെ സ്വീകരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് നേരത്തെ അങ്ങ് വീട്ടിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സദ്യക്ക് നമ്മൾ ചേട്ടാ നമുക്ക് നേരത്തെ പോകണം, ചെറുക്കൻ്റെ അമ്മയും കൊണ്ട് ആദ്യം അങ്ങ് എത്തേണ്ടതെന്ന് പറഞ്ഞ് ആദ്യം തന്നെ കയറി അങ്ങ് ഇരുന്ന് കേട്ടോ. എല്ലാവരും വെളിയിൽ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമുക്ക് സദ്യ ഇങ്ങെത്തി, ചോറ്, പരിപ്പ്, പപ്പടം എല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി പിടി പിടിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ തകർത്ത ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഇപ്പം ഈ ഒരു ദിവസം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സൈഡിൽ മാറി ഇന്ന് അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ ചെക്കനെ നിന്ന് കൈ കിട്ടി. അതിനുശേഷം ഒരു റീൽ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. എല്ലാവർക്കും ആ പേരിൽ ഓരോ പിച്ചൊക്കെ കൊടുത്തു. അങ്ങനത്തെ അതിനുശേഷം നമ്മൾ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ആരുടെയൊക്കെ ബർത്ത്ഡേ വന്നാലും ഈ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് വേണമല്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ. കല്യാണമൊക്കെ അടിച്ചു പൊളിച്ച് ഒരുപാട് സന്തോഷത്തോടെ എന്നാൽ കുറച്ചധികം സങ്കടത്തോടെയാണ് കേട്ടോ എല്ലാവരോടും യാത്ര പറയുന്നത്. ഇനിയിപ്പോൾ ഒരു കൂടിക്കാഴ്ച എന്നാണെന്ന് പോലും ഒരു ഐഡിയ ഇല്ല കേട്ടോ. റിസപ്ഷനൊന്നും കൂടാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടം തോന്നി. കാരണം ഇന്ന് വിട്ടില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും തകിടം പറയും. കാരണം നാളെ മൺഡേ ആണ്. അങ്ങനെ നമ്മുടെ കൊച്ചുവേളി ഇങ്ങെത്തി. എന്താണെങ്കിലും എല്ലാവരെയും ഉടനെ തന്നെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയോടെ ഞാൻ നേരെ ബാംഗ്ലൂർ.